ഞങ്ങൾക്ക് പശു വളർത്താണ്. ഞങ്ങൾക്ക് ഈ എല്ലാ കാര്യങ്ങളും നടന്നാണ്. എൻ്റെ മക്കളുടെ പഠിത്തം, മക്കളുടെ കല്യാണം, ഈ രണ്ടുപേർ കൂടി 5 പിള്ളേരുണ്ട്. അവർക്ക് എല്ലാവർക്കും സ്വർണ്ണം മേടിച്ച് കൊടുക്കാൻ. അന്ന് 2005 ഓപ്പറേഷൻ നടത്തുമ്പോൾ എനിക്ക് 2012 ഒരു ഡേറ്റ് തന്നിട്ടുണ്ടായുള്ളൂ. അത് കഴിഞ്ഞ് ഇത്ര ഓടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് 25 വർഷത്തിൻ്റെ അടുത്തായി കാണണം തൊഴുത്ത് പോണത്. 25 വർഷമായിട്ട് ശരിയാണ്. ഈ പഴയ അധികം പൊക്കമില്ലാത്ത രീതിയിൽ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ഒരു അതിജീവനത്തിന്റെ കഥയാണ്. IP ഏട്ടന്റെ കുടുംബത്തിന്റെ അതിജീവനത്തിന്റെ കഥയാണ്, അതും പശുവിലൂടെ ആട്ടോ. അപ്പൊ വീഡിയോ മൊത്തം സ്കിപ്പ് ചെയ്യാതെ കാണുക. വേറെ ഒന്നും പറയുന്നില്ല, ചേട്ടൻ എല്ലാ കാര്യങ്ങളും നമ്മളോട് പറയൂ കേട്ടോ. IP ഏട്ടൻ നമുക്ക് പശുക്കളൊന്ന് പരിചയപ്പെടാം. അപ്പൊ IP ഏട്ടന്റെ പശു വളർത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ 2 പശുക്കളിൽ നിന്നാണ് ചേട്ടൻ വരുമാനം കണ്ടെത്തുന്നത്. നമുക്ക് ആ പശുക്കളൊന്ന് കാണാട്ടോ. അപ്പൊ പശു തൊഴുത്ത് ഇതാണ്. ഇത് 2 പശു. ഇതിന്റെ ഉള്ളിലൊന്ന് കയറാൻ പറ്റുമോ? അപ്പൊ ഇതായിട്ട് IP ഏട്ടന്റെ 2 പശുക്കള്. ഇതെങ്ങനെ ഇവിടുത്തെ ഉണ്ടായതാണോ? ഉണ്ടായ പശു. ഇത് എത്രാമത്തെ പ്രസവം? അപ്പൊ രണ്ടാമത്തെ പ്രസവം. ഇത് HF ക്രോസ് അല്ലേ? അപ്പൊ എത്ര ലിറ്റർ പാലുണ്ട്? അതിനിപ്പോ ഒരു 13 ലിറ്റർ പാല്. 13 ലിറ്റർ പാലുണ്ട്. ഓക്കെ. അപ്പൊ ഈ ഒരു പശു ഇതിനിപ്പോ ഒരു 7-8 ഇത് കുത്തിവെക്കാറായി. ഇതിപ്പോ പുറത്തുനിന്ന് വാങ്ങിച്ചാണോ? ഇത് പുറത്തുനിന്ന് വാങ്ങി. നമ്മൾ ഒരു പശു കൊണ്ട് മാത്രം നടക്കൂല. 6 പശു ഉണ്ടായത് എനിക്ക്. 6 പശു ഉണ്ടായിരുന്നു. അതില് എനിക്ക് സുഖലാണ്ട് വന്നു കഴിഞ്ഞപ്പോ 3 കൊടുത്തായിരുന്നു. 3 കൊടുത്തു. പിന്നെ 3 ആക്കിയിട്ട് പിന്നെയും വയ്യാണ്ടായി കഴിഞ്ഞപ്പോ 2 ആക്കി. 2 പശുവിൽ നിന്നാണ് ഇവിടെ വരുമാനം കണ്ടെത്തുന്നത് പറഞ്ഞാൽ അതിന്റെ പാലൊക്കെ വിറ്റ് എങ്ങനെ നമുക്ക് അതിൽ നിന്ന് പാല് വിറ്റ് വരുമാനം? ഇത് ഒന്നിച്ച് ഡയറി കൊണ്ടുവന്ന് നടന്നിട്ട് കാര്യമില്ല. വീടുകളിൽ കുറെ പാല് വീടുകളിൽ കൊടുത്തേ മാത്രം. പിന്നെ കുറച്ച് പാല് ഡയറിയിൽ അളക്കണം, കാരണം നല്ല ഡയറിയും പിടിച്ചോക്കാൻ പറ്റുള്ളൂ. എന്തൊക്കെ കാര്യങ്ങൾ ഓടണം. തീറ്റ വാങ്ങണമല്ലോ. അപ്പൊ അതിന് കുറച്ച് പാല് ഡയറിയിലേക്ക് കൊടുക്കാം. എത്ര ലിറ്റർ പാലുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ഒരു വരുമാനം കണ്ടെത്താം? അത്യാവശ്യം ഇപ്പോൾ ഒരു 2 നേരം കൂടി ഒരു 30 ലിറ്റർ പാലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ടുള്ള പരിപാടികളൊക്കെ ഓടാം. 30 ലിറ്റർ പാല് കിട്ടിയാൽ നമുക്ക് മതി. ശരിക്കും HF ഒറിജിനലാന്ന് പറഞ്ഞു. ഈ ഒറിജിനൽ ശരിക്കും പറഞ്ഞ ഈ ഒറിജിനൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ രോഗങ്ങൾ വരില്ലേ? അങ്ങനെയൊന്നും വരാറില്ല. അത് നമ്മുടെ ശ്രദ്ധ. നമുക്ക് നമ്മുടെ ശ്രദ്ധ പോലെ ഇരിക്കും. നമ്മള് പിന്നെ വന്ന അസുഖങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ അങ്ങനെയൊന്നും നമുക്ക് വരാറില്ല. നമ്മള് തൊഴുത്തൊക്കെ എപ്പോഴും ക്ലിയർ ആയിരിക്കണം. പിന്നെ അതുങ്ങളെ കൊണ്ടു നടക്കുന്ന രീതി അതുപോലെ തന്നെ അതുങ്ങളെ മെനയായിട്ട് കൊണ്ടു നടക്കുക. എപ്പോഴും കാലൊക്കെ നല്ല ശുദ്ധിയായിട്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ വലിയ അസുഖങ്ങളൊന്നും അങ്ങനെ വരാറില്ല. 30 ലിറ്റർ പാലുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം 2 പശുവിൽ നിന്ന് 30 ലിറ്റർ പാല് കിട്ടുകയാണെങ്കിൽ അത്യാവശ്യം നമുക്ക് സാധിക്കും. സുഖമായിട്ട് കൊണ്ടുപോകും. പിന്നെ എനിക്ക് അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് സുഖമില്ലാത്ത ആളാണ്. ഞാൻ ക്യാൻസർ രോഗിയാണ്. പിന്നെ കിട്ടണി ഇനി ഒരെണ്ണുള്ളൂ. അപ്പം അതുകൊണ്ടാണ് എണ്ണം കുറച്ചത്. അതുകൊണ്ട് എല്ലാ പണികളും നമുക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്നു. പുള്ളിക്കാരിക്കാണ് 75% പണിയെടുക്കുന്നത്. ഞാൻ കറവ് മാത്രമേ ഉള്ളൂ. സുഖമില്ലാണ്ട് വന്നു. എനിക്ക് ക്യാൻസർ രോഗിയാണ് ഞാൻ. അതുകൊണ്ട് എണ്ണം കുറച്ചു. അല്ലാണ്ട് എനിക്ക് 2005 കണ്ടേ. 2005 അന്ന് 2005 ഓപ്പറേഷൻ നടത്തുമ്പോൾ എനിക്ക് 2012 ഒരു ഡേറ്റ് തന്നിട്ടുണ്ടായുള്ളൂ. അത് കഴിഞ്ഞ് ഇത്ര ഓടി കോഴിക്കോട് മെഡിക്കൽ കോളേജ്. എത്ര ഉള്ളൂ. അന്നേരം നമുക്ക് അങ്ങനെയുള്ളൊരു പേടിയില്ല, ഒന്നുമില്ല. നമ്മൾ സുഖമായിട്ട് അങ്ങനെ. അന്നേരം ഉണ്ട് 6 ഉണ്ടായാലും 3 ഞാൻ കൊടുത്തിട്ടുണ്ട്. ആശുപത്രി പോയി. പിന്നെ 3 ഇവിടെ നോക്കി. അപ്പൊ ചേട്ടൻ പറയുന്ന പോലെ കൃത്യമായിട്ട് പശുവിനെ നോക്കി, അതായത് അസുഖം വരാതെ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല വരുമാനം കിട്ടുമെന്ന് പറഞ്ഞു. അപ്പൊ അത് എങ്ങനെയാണ് ചേട്ടാ? പശുവിനെ നല്ല ശുശ്രൂഷകളിൽ നമ്മൾ നല്ല നോട്ടത്തിൽ തന്നെ പശുവിനെ നിർത്താം. എപ്പോഴും പശുവിന് കൊടുക്കണ തീറ്റയിൽ കൂടുതൽ തീറ്റ കൊടുക്കുകയും ചെയ്യരുത്. ഈ ഒരു പശുവിനെ ഒരു 2 നേരം കൂടി ഒരു 6 കിലോ ഫീഡ് കൊടുക്കും. ഒരു കിലോത്തിൽ കൂടുതൽ പോള ഉണ്ടാവും. ഒരു 1/2 കിലോ അരിയുടെ കഞ്ഞി കൊടുക്കുന്നുണ്ട്. ഡെയിലി കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 250 ഈ പരുത്തി പിണ്ണാക്കാതെ പാലിന് കൊഴുപ്പ് കിട്ടാൻ വേണ്ടി ചെയ്യണ്ട. നമ്മൾ ലോക്കൽ കൊടുക്കുമ്പോൾ ചായ എടുക്കുമ്പോൾ മോശമാവാൻ പറ്റില്ല. അതുകൊണ്ട് ചെയ്യുന്നതാണ്. പിന്നെ അത്യാവശ്യം പുല്ല് വക്കോല് കൊടുക്കൽ കുറവ്. വക്കോല് ഇരിപ്പുണ്ട്. പുല്ല് ഞങ്ങൾ 2 പോയി വെട്ടിക്കൊണ്ടുവരും.
പിന്നെ ഞാൻ പറയട്ടെ, ഇപ്പൊ പാലിന്റെ ഉൽപാദനം അനുസരിച്ചായിരിക്കും നമ്മള് പശുവിന് തീറ്റ? അത് തന്നെയാണ്, ഉൽപാദനത്തിന്റെ അനുസരിച്ച് തീറ്റ കൊടുക്കുള്ളൂ. ഇപ്പൊ പാല് കുറഞ്ഞിട്ടിരിക്കുകയാണെങ്കിൽ അപ്പൊ അതിന്റെ അനുസരിച്ച് കുറച്ച് കൊടുക്കും. അന്നേരം തടി നോക്കണം കേട്ടോ നമ്മള്, പശുവിന്റെ തടി ആരോഗ്യം നോക്കണം. പാല് മാത്രം നോക്കിയിട്ട് കാര്യമില്ല, ആരോഗ്യം നോക്കണം. പ്രധാന കാരണമാണ്. അതാ പ്രധാന കാര്യമാണ്. അല്ലെങ്കിൽ കാൽസ്യമല്ല, അത് നമ്മൾ അതിന്റെ അനുസരിച്ച് അതിന്റെ ശരീരോട് നമ്മൾ നോക്കി കൊടുക്കണം. പിന്നെ ഇതിങ്ങൾ പുറത്തേക്ക് കൊണ്ടുവന്നോ? പാടത്ത് അവളെ കൊണ്ടുണ്ട്, ഇവിടെ കൊണ്ടുള്ള ശീലമുണ്ട്. അമ്മയുടെ കൂടെ ആണെന്ന് ശീലമുണ്ട്. ഇവള് പാടത്ത് പോയി തിന്നില്ല, പാടത്തേക്ക് വിടില്ല. അങ്ങനെയാണ്. അപ്പൊ എന്തായാലും ഈ പാൽ വിൽപ്പനയിൽ മാർക്കറ്റിംഗിന്റെ കാര്യം നമ്മൾ എന്തായാലും ശ്രദ്ധിക്കണം. അപ്പൊ എത്ര ശതമാനം പാല് കൊടുത്താൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും? ഇപ്പൊ ഒരു 10 ലിറ്റർ പാല് ഒരു പശുവിനുണ്ടെങ്കിൽ ഒരു 6 ലിറ്റർ പാല് 7 ലിറ്റർ പാലായാലും പുറത്ത് നമ്മൾ കൊടുത്താലേ പിടിച്ചേക്കാൻ പറ്റുള്ളൂ. അത്ര പറ്റുള്ളൂ, അല്ലെങ്കിൽ പിടിച്ചേക്കാൻ പറ്റില്ല. തീറ്റ വിലയ്ക്ക് കണക്ക് കൂട്ടുമ്പോൾ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അവസ്ഥ വരും. അത് കൊടുത്തു കഴിയുമ്പോൾ 60 രൂപ നമുക്ക് 1 ലിറ്റർ പാലിന് കിട്ടും. ഇപ്പൊ ഡയറി കൊണ്ടുവന്ന് കൊടുത്താൽ 44 രൂപ 43 രൂപയൊക്കെയാണ് നമുക്ക് വില കിട്ടുന്നത്, റേറ്റിന്റെ അനുസരിച്ച് കിട്ടണേ. അപ്പൊ അതുകൊണ്ട് വീടുകളിൽ കൊടുക്കാൻ കുറച്ച് പാല് ഒന്നിച്ച് ഡയറി കൊണ്ടുവന്ന് കൊടുത്ത് ഒരു കാരണവശാലും പിടിച്ചേക്കാൻ പറ്റില്ല. അങ്ങനെയാണ് എന്റെ മാറിക്കിടി. അപ്പൊ ചേട്ടൻ പറഞ്ഞതുപോലെ നമ്മൾ അത്യാവശ്യം വീടുകളിൽ കൊടുക്കുക. നമുക്കുള്ള ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ പാലും കൊടുക്കുന്ന പറയില്ലേ, കുറച്ച് ഡയറി കൊടുക്കാട്ടാ. കുറച്ച് ഡയറി കൊടുക്കാം. തീറ്റയൊക്കെ നമുക്ക് എടുക്കണ്ടേ? അതെ, തീറ്റ എടുക്കുന്നത് തന്നെയല്ല, ഡയറി ഉണ്ടായാലും ഒരു ദിവസം വീട്ടിൽ പറ്റിലേക്കും കൊണ്ടുപോയി കൊടുക്കാൻ പറ്റുള്ളൂ. അതെ. അപ്പൊ ചേട്ടന്റെ തൊഴുത്ത് ഇതൊക്കെ ആട്ടെ, ഇത് പഴയ ഒരു തൊഴുത്താണ് അല്ലേ? അപ്പൊ എത്ര നാളായിട്ടാണ്? ഒരു 20-25 വർഷത്തിന്റെ അടുത്തായി കാണണം തൊഴുത്ത് പോണത്. 25 വർഷമായിട്ട്. ശരിയാണ്. ഈ പഴയ തൊഴുത്ത് അധികം പൊക്കമില്ലാത്ത രീതിയില് സാധാരണ രീതിയിലാട്ടം വേണ്ടത്. എന്റെ വീട്ടിലൊക്കെ പശു വളർത്തുന്നുണ്ടായിരുന്നപ്പോ ഇതുപോലത്തെ ഒരു തൊഴുത്തായിരുന്നു, അധികം ഹൈറ്റ് ഇല്ലാതെ ഇതുപോലെയൊക്കെ ഷീറ്റിട്ട്. അപ്പൊ ഇതുപോലത്തെ ഒരു പശു ആയിരുന്നു കേട്ടോ. അന്ന് എന്തൊരു പൈസ വന്നു? നമുക്ക് ഒരുപാട് പൈസ അന്ന് ഒരുപാട് 10-20 രൂപ അടുത്തൊക്കെ ആയി കാണുമായിരിക്കും. അത്രേ ആയിട്ടുള്ളൂ. നമ്മള് ചെറിയ രീതിയിലാട്ടോ ചേട്ടൻ 4 ദിവസം തുറന്നിട്ടുള്ള പരിപാടികളാണ്. നല്ല കാറ്റ് കയറാൻ നമ്മളെപ്പോഴും പണിയാണ്, ഇങ്ങനെ പണിയൊന്നുമല്ല അല്ലേ? അധികം പൈസ ചെലവില്ലാത്ത രീതിയിൽ പശുവിനെ കെട്ടണമെങ്കിൽ തൊഴുത്ത് കാറ്റ് 4 ദിവസം കയറാൻ രീതിയിൽ വേണം. കാറ്റും വെളിച്ചവും എല്ലാം കയറാവുന്ന രീതിയിൽ, എന്നാലാണ് മണം ഉണ്ടാവില്ല. പിന്നെ അതുപോലെ തന്നെ പശുക്കൾക്ക് അസുഖം ഉണ്ടാവില്ല, കുറവായിരിക്കും, ശല്യം ഉണ്ടാവില്ല. കാറ്റ് ഈച്ചൊക്കെ കുറെ പോകുമല്ലോ. അപ്പൊ ഇതിന്റെ ഞാൻ പണ്ടത്തെ രീതിയാണ് ചോദിക്കുകയാണ്, ഇതിന്റെ പുറത്തേക്ക് പശുവിന് വെള്ളം കുളിപ്പിക്കുന്നൊക്കെ എങ്ങോട്ടാ പോണേ? ഇപ്പൊ ഇവിടെ താഴെ അങ്ങോട്ട് നേരെ താഴത്തേക്ക് പോകും. പിന്നെ അപ്പുറം ചാണകക്കുഴി ഉണ്ട്. അത് ചാണകക്കുഴിയുണ്ട്. അതും പഴയ രീതിയിൽ തന്നെയാണ്. അപ്പൊ എത്ര വർഷമായിട്ടാണ് അപ്പൊ ഈ ഒരു പശു വളർത്തൽ മേഖലയ്ക്ക് വന്നിട്ട്? ഞാൻ ഒരു 30 വർഷമൊക്കെ ആയി കാണുന്നു. 30 വർഷമായി കാണും. അടുത്തിട്ട് നമ്മൾ കേൾക്കാൻ പോണ ഐപിയേട്ടനെ പശു വളർത്തിയിട്ട് എന്തെല്ലാം ഗുണങ്ങൾ ഉണ്ടായിരുന്നാണ്? എനിക്കുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾക്ക് പശു വളർത്താണ് ഞങ്ങൾക്ക് ഈ എല്ലാ കാര്യങ്ങളും നടന്നാണ്. എൻ്റെ മക്കളുടെ പഠിത്തം, മക്കളുടെ കല്യാണം, ഈ 2 പേർ കൂടി 5 പിള്ളേരുണ്ട്, അവർക്ക് എല്ലാവർക്കും സ്വർണം മേടിച്ചു കൊടുക്കാനും എല്ലാത്തിനും ഞങ്ങൾ പണിയാണ്. അതിക്ക് മുന്നേ ഞങ്ങൾ ഒരുന്നില്ലാണ്ടിരിക്കുമ്പോൾ ചായയോടെയും കുടിക്കാൻ കാശില്ലാണ്ട് നടത്തിട്ടിരുന്നത്. പക്ഷെ പശു വളർത്താണ് ഞങ്ങൾ ഇത്രയൊക്കെ ആയത്. അന്നായിട്ട് വേറെ സമ്പാദ്യമൊന്നും ഇല്ല കേട്ടോ കയ്യിലായിരുന്നു. ഇത്ര കാര്യങ്ങളൊക്കെ നടത്തി. ഇപ്പൊ ഒരു മോക്കടെ കല്യാണത്തിന് 1000 ആളുടെ കല്യാണം നടത്തി, മോന്റെ കല്യാണം നടത്തി 1000 ആളുടെ, അങ്ങനെയൊക്കെ ഈ പശുവിനെ വളർത്ത്. പശുവിനൊന്നും വിറ്റല്ല, പശുവിന് പാലിൽ നിന്നൊക്കെ ഉത്പാദിച്ചിട്ടുണ്ടായി. വീട്ടിലെ കാര്യങ്ങൾ നമുക്ക് എവിടെ പോകണമെങ്കിലും 10 രൂപ കാശിന് നമുക്ക് ഒരാളോടും ചോദിക്കണ്ട. ചിലപ്പോൾ ഇല്ലെങ്കിൽ തന്നെ മേടിച്ചാലും അപ്പൊ നമുക്ക് കൊടുക്കാൻ പറ്റും. തിങ്കളാഴ്ച ദിവസം കൊടുത്താൽ മാസത്തില്. അപ്പൊ എന്തായാലും നമുക്ക് കൊടുക്കാനുള്ളവർക്ക് കൊടുക്കുക, അല്ലെങ്കിൽ എന്തായാലും തീറ്റ കാശ് കൊടുക്കാൻ അങ്ങനെ കൊടുത്ത് നമുക്ക് അങ്ങനെ പോരാം. അപ്പൊ ഐപിയേട്ടന്റെ വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചു. അപ്പൊ ഇത്രയും സമയം നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ഐപിയേട്ടന്റെ പശു വളർത്തലിന്റെ വീഡിയോ ആണ്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ഞങ്ങൾ വരുന്നതാണ്. അതുവരെ ബൈ.